ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അർത്തിങ്കിപ്പള്ളി പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നാളായി ഫാമിലി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അർത്തിങ്കി പോകണമെന്ന് വിചാരിക്കണം കുറേ ദിവസമായി. ഞാനും ആശമ്മയും ആശയുടെ അമ്മയും എൻ്റെ അമ്മയും അതുപോലെ ആശയുടെ മൂത്താങ്ങളെ ആൽവിനും കൂടിയാണ് ഞങ്ങൾ അർത്തിങ്കിപ്പള്ളി പോയത്. രാത്രി 10 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ബ്ലോക്ക് കുറവായിരുന്നു. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ അർത്തിങ്കിപ്പള്ളി എത്തിയിട്ടാണ് ഫുള്ള് ഇറങ്ങി. മരണക്കിണറും പിന്നെ അതുപോലെ തന്നെ ജയൻറ്റ് വീലൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരുന്നു. ഞങ്ങളത് ആദ്യം തന്നെ ഒരു റൗണ്ട് നടന്നിട്ടില്ലേ, വരാന്ന് കരുതി ഞങ്ങൾ ഫുള്ള് കാഴ്ചകളൊക്കെ നടക്കാനായിട്ടാ. ഫുള്ള് കച്ചവടക്കാരാണ് അവിടെ, ഫുള്ള് അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചില്ല കൂടുതൽ നോക്കലാണ്. എനിക്കിഷ്ടമുള്ള എന്ത് കിട്ടിയാലും ഞാൻ മേടിക്കും. ആ ടി വി തന്നെ ഇറങ്ങി വീഴ്ത്തേണ്ടേ. എനിക്ക് സമ്മാനം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ നമ്പർ 18 18 കിട്ടിയ സമ്മാനം ഒരു 1.5 സമ്മാനമാണ്. ടോട്ടൽ നമ്പർ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന തുകയാണ് സമ്മാനമായിട്ട് വെക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഫസ്റ്റിൽ തന്നെ ചെയ്ത് ഞങ്ങളിപ്പോൾ സമ്മാനം കിട്ടി. 50 രൂപയായിരുന്നു എൻ്റെ ഫീസ് വന്നത്. അപ്പോൾ എനിക്കിട്ട് സമ്മാനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും കണ്ട സമ്മാനത്തെ ചേട്ടൻ എടുത്തിട്ടുണ്ട്. 50 എടുത്ത് കളിച്ചിട്ട് കിട്ടിയ സമ്മാനം ഇതാണ്ട്. അടുത്തത് അമ്മച്ചിയുടെ വീടാണ്. അമ്മച്ചി ഇറങ്ങി നോക്കി. അമ്മച്ചിക്ക് കിട്ടിയ 6 ബോൾ. അമ്മച്ചി അറിയണേ, വാശിക്ക് അറിയണേ. രസമുണ്ട്, അതൊക്കെ രസമല്ലേ. അമ്മച്ചി ഇറങ്ങി ഗുദാഹവ ആകെ 12 14 നമ്പർ വീണുള്ളൂ. അതിന് സമ്മാനമൊന്നുമില്ല. 17 മുകളിലേക്ക് മാത്രമേ സമ്മാനമുള്ളൂ. അപ്പോൾ അമ്മച്ചിക്ക് വാശിയായി. ഒരു പ്രാവശ്യം കൂടി ഇറങ്ങാൻ മതി. നേരെ അടുത്ത് മിഷാമയും തകർത്ത് എറിഞ്ഞുകൊണ്ടിരിക്കണേ. എല്ലാവരും 36 മണിയുടെ അറിയണം. 36 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വി ആണ്ട. അത് 35. അതൊക്കെ വീണ കാര്യം സംശയമാണ്. അത് വീഴെന്നൊക്കെ തോന്നുന്നത്. പിന്നെ നമ്മളിത് കളിക്കുന്ന രസത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാം വീഴില്ല എന്ന്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കളിയാണ്. അടുത്തത് ആശയമുള്ള കളിയാണ്. വാശിക്കാരും പുറകോട്ടല്ല. അപ്പം അങ്ങനെ 200 രൂപ മുടക്കിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയുടെ പറഞ്ഞപ്പോഴത്തേക്കും അതും കഴിഞ്ഞ് പോയി എല്ലാം പോയി. അമ്മ ചോറ് വിലപ്പെട്ട സമ്മാനമാണ്. 200 എടുത്ത് കിട്ടിയ പാത്രമാണത്. 200 രൂപയുടെ അല്ല, നമുക്ക് ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, അതിൻ്റെയാണ് അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഇതൊക്കെ എന്നും നടക്കുന്ന കാര്യമില്ല. ഇതിപ്പോൾ നമ്മൾ പെരുന്നാളിൽ പോയി അവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഞാനും വളയിലും കൂടി കരിമ്പ് ജ്യൂസ് കുടിച്ചേട്ടാ. കൊള്ളാൻ ടേസ്റ്റ് ഉണ്ട്. ആശ കുടിച്ചത് കരിക്കിൻ്റെ ഷേക്കാണ് കുടിച്ചത്. തണുപ്പാണ്, എനിക്ക് ചുമയാണ്. എന്നാലും തണുപ്പില്ലാത്ത ഐസില്ലാത്ത ആണ് കുടിച്ചത്. ആശയുടെ കരിക്ക് ഷേക്ക് കുടിച്ച് നോക്കിക്കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മുന്നോട്ട് നമ്മൾ അവിടെ പിന്നെ ഈ ബോൾ കൊണ്ട് എറിഞ്ഞിരുന്ന ഒരു കളിയാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം കണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പയ്യന്മാരൊക്കെ കളിക്കുന്നുണ്ട്. ഭയങ്കര വൈബട്ടോ, ഭയങ്കര വൈബ്. പിന്നെ എക്സോട്ടിക് ബേർഡ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഒരു എക്സിബിഷൻ. പാമ്പ് ജീവനുള്ള പാമ്പാണ്ടാകും. ജീവനുള്ള പാമ്പിനെ കൈ പിടിച്ചിരിക്കുന്നത്. അതിനകത്ത് കുറേ മൃഗങ്ങൾ, വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കണം. അത് ഞങ്ങൾ 30 രൂപ ടിക്കറ്റ് എടുത്ത് നേരെ എൻ്റെ അകത്ത് കയറട്ടെ. ഞങ്ങൾക്ക് തൊടുവൊന്നും വേണ്ട, പക്ഷേ അളിയന് മറ്റേ പാമ്പിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി. ഇഷ്ടംപോലെ നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടാ. മൃഗശാലയൊന്നുമില്ല. ആദ്യമായിട്ടാണ് പള്ളിപ്പെരുന്നാളിന് ഇങ്ങനൊരു ഷോ ഞാൻ ആദ്യമായിട്ട് കാണേട്ടാ. ഈ ഷോ നേരത്തെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു, ഞാനത് പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ അപ്പോൾ വന്നപ്പോൾ കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം കൊണ്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ടാണ്. കൂടുതലും ഈ കോഴികൾ, പല തത്തകൾ, കോഴിയുണ്ടാ. നല്ല രസമല്ലേ കാണാനായിട്ട്. കോഴികളുടെ ഒരു ബാച്ചിനുണ്ട്, നല്ല ഭംഗിയുള്ള കോഴികളാണ്. നമുക്ക് ഇതിനെപ്പറ്റി പേരൊന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് കാണാമെന്ന് കരുതി ഒന്ന് കയറി ചെയ്യുന്നുള്ളൂ. തത്ത, ഇതൊക്കെ ഇതിനും കോഴിയാണ് ഈ കാണുക. തത്തയുണ്ട്, തത്തയൊക്കെ ഉറക്കമാണ്, രാത്രിയായല്ല. ഈ ക്ലീനെ പറ്റി നമ്മൾ മറ്റേ സെബിൻ സിറിയക്കിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കോഴി വാല് നോക്കി, അടിപൊളി. ഇത് എലിയാണ് ഹാംസ്റ്ററാണെന്ന് അറിയാൻ പാടില്ല. ഹാംസ്റ്റർ എന്നൊക്കെ ഉണ്ട്, അതാന്ന് തോന്നുന്നു, അറിയില്ല. നമുക്ക് വലിയ പെടുത്തില്ല. നമ്മുടെ ലക്ഷ്യം പാമ്പിൻ്റെ അടുത്ത് വളർത്തുക എന്നുള്ളതാണ്. നേരെ ഇപ്പോൾ അവിടെ ഒരു ഇഗ്വാന ഇപ്പം ഉണ്ട്. മന്നിച്ചോളിക്കണ്ട, ഒരു ഒട്ടകപ്പക്ഷിയുണ്ട്, ഒരു എമ്മുണ്ട്.
രണ്ടും വന്നിച്ചിരിക്കണേ അതിന് ഉറക്കം വരില്ല. ഇപ്പോൾ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ടാവും. ഞാൻ പിള്ളേരൊക്കെ പാമ്പിനെയൊക്കെ തുറന്നിട്ട് സീൻ. എൻ്റെ പൊന്നെ ഒരു പേടിയില്ലട്ടോ പിള്ളേർക്ക്. എനിക്ക് പാമ്പിനെ പേടിയാണ്, റപ്പാണെന്ന് പറയുമ്പോൾ അതെ ഒരു മറ്റേ തത്ത എന്താണ് മക്കാവോയാ അങ്ങനെ ഉറക്കമാണ് ആശ ഉറക്കം വന്നിച്ചിരിക്കണത്. ഇതൊക്കെ എന്തടിച്ചിട്ടിരിക്കുന്നത് വന്നിച്ചിരിക്കുന്നത്. മക്കാവും വിഗ്വാനും ഉറക്കമാണെങ്കിലും ഇനി അഭിനയിക്കണമെന്ന് പറയുമ്പോൾ അളിയൻ കയറുന്നത് അളിയൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് കൊണ്ട് അളിയൻ്റെ കയറി കഴുത്തൊരു പാമ്പിനൊക്കെ ഇട്ട് കൈ പിടിച്ച് കളിക്കുന്നുണ്ട് അളിയൻ. നോക്കി അറപ്പാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് പേടിയില്ലെന്നല്ല പേടിയുണ്ട്. ഇതേ അളിയൻ കളിക്കുന്നത് ഞാൻ വെച്ചിട്ട് പിന്നെ തോളത്ത് വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് 100 രൂപ എക്സ്ട്രാ കൊടുക്കാൻ കടാ. പക്ഷെ പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും ദേ ഈ പറക്കുന്ന എണ്ണല്ലേ എന്നാൽ അതിൻ്റെ പേര് ഷുഗർ ഗ്ലൈഡർ. അതവിടെ എഴുതി വെച്ചുകൊണ്ടാട്ടാ. എഴുതി വെച്ചിട്ട് മാത്രമല്ല നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ട് സിബിൻ സിരേക്കിൻ്റെ വീട്ടിൽ സാധനം ഉണ്ടല്ലോ, ആ വീഡിയോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലായി. പിന്നെ ഉള്ളത് മുള്ളമ്പന്നിനെ പോലെ സാധനം ചെറുത്, വീണ്ടും അതുപോലെ സാധനം തന്നെ. എലിയാണോ പൂച്ചയാണോ എന്നല്ല എന്തോ എല്ലാം അങ്ങനെ സാധനങ്ങൾ തന്നെ. ഇപ്പോൾ വീണ്ടും കോഴി, മുയലിൻ്റെ പലതരം ഉണ്ടോ. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. പൂച്ച നോക്കി ബംഗാൾ കാറ്റാണ് കറക്റ്റ് കടുവിനെ പോയില്ലേ, കടുവയുടെ ഷേപ്പല്ലേ, കടുവയുടെ പോലത്തെ നിറവും. ഉറക്കമുണ്ട് ആൾ ഉറങ്ങാണ്ടിരിക്കാൻ ഇങ്ങനെ എന്ത് സമയമായില്ലേ അത് ഉറക്കം വരില്ല. കോഴി നമ്മുടെ നാടൻ കോഴിയാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മറ്റേ എന്താണ് കാടക്കോഴിനെ പോലെ ഉണ്ട് കണ്ടിട്ടുണ്ട്. ആ ഭംഗിയുള്ള ആണായിക്കോട്ടെ, ഭംഗിയില്ലാത്ത പെണ്ണും. പിന്നെ നമ്മുടെ കുലിക്ക് സർവ്വത്താരുടെ അഭ്യാസം 1.5 ഡാൻസ് ഒക്കെ. ഇത് വീണ്ടും നമ്മൾ കറക്കം തന്നെ കറക്കം. നല്ല സ്വീറ്റ്സിൻ്റെ കടകൾ, ചെരുപ്പിൻ്റെ കട. എൻ്റെ പിന്നെ എന്താ ഇല്ലാത്ത അവിടെ. പിന്നെ അടുത്ത പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ അർത്തിങ്കൽ ഓഷ്യൻ കാർണിവൽ. അടിപൊളി പരിപാടിയുടെ മോനെ. 100 രൂപ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണം. അടിപ്പം പരിപാടിയാണ്, രക്ഷയില്ലാത്ത പരിപാടിയാണ്. ഇപ്പോൾ എല്ലാവരും പോകണം. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ നടക്കുന്നുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഈ ഫ്രണ്ടിൽ കാണുന്ന വൈറ്റ് കളർ സ്നോയാണ്. സ്നോ പാർക്ക് പോലെ ഒരു ബ്ലൂ ലൈറ്റും ഇട്ടിട്ട് സ്നോ പാർക്ക് പോലെ സെറ്റ് ചെയ്ത് പിള്ളേർക്ക് കളിക്കാൻ പറ്റും. മഞ്ഞിൽ കളിക്കാൻ മാത്രം ഫീലിംഗ് ഉണ്ടാവും. എൻ്റെ സൗണ്ട് അങ്ങോട്ട് റെഡി ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഡബ്ബയായിട്ട് ഉഷാർ തോന്നുള്ള. ഞങ്ങൾ നേരെ കടപ്പുറത്ത് ഞങ്ങൾ എത്തിയിട്ട് ബീച്ചിലെത്തി. ബീച്ചിലെത്തിയപ്പോൾ ഉണക്കമീൻ്റെ ഒരു കമനീയ ശേഖരം. ഞങ്ങൾക്ക് എന്തായാലും ഉണക്കമീൻ ആവശ്യമായിരുന്നു. പളിയൻ പോകണമല്ല, പളിയൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആശയത്തെ സമ്മാനം കിട്ടിയ വേണ്ട വാങ്ങിക്കുന്നത്. ഞങ്ങൾ ബീച്ചിലെത്തി, ബീച്ചിലേക്ക് കൊടുത്ത് കറങ്ങി. ഇത് കുമ്പാരീസിൻ്റെ ഒരു ഇത് വെച്ചേക്കാൻ അടിപൊളിയല്ലേ, കുമ്പാരീസ് ഗ്യാങ് കൊള്ളാല്ലേ. നമ്മുടെ കടപ്പുറത്തൊക്കെ ആൾക്കാർ ഈ പരസ്പരം കുമ്പാരി കളിക്കുന്നത്. അപ്പോൾ അതൊരു വിളിയാണ്. കുമ്പാരി അറിയാലോ, മിക്കവാറും തന്നെ അങ്ങോട്ട് കുമ്പാരി കളിക്കുന്നത് കൂട്ടുകാരൊക്കെ. അപ്പോൾ മാറി ബടി മച്ചാനും ബ്രോയൊക്കെ എന്നാലും കുമ്പാരി എന്നുള്ള വിളി നമ്മളിവിടെയൊക്കെ ഇപ്പോഴും കുമ്പാരി തന്നെയാണ്. അങ്ങോട്ട് വിളിക്കാറുണ്ട് നമ്മൾ കൂട്ടുകാരൊക്കെ. കടപ്പുറത്തൊക്കെ കടപ്പുറത്ത് ഇഷ്ടം പോലെ സ്റ്റോളുണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത കടകളാണ്. നമ്മൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാവില്ല. ഏത് വേളാങ്കണ്ണി, ദൂരെ വേളാങ്കണ്ണി തമിഴ്നാട്ടിൽ പകുതി കടകൾ പോലും ഉണ്ടാവില്ല. ഫുള്ള് കടകളാണ്. ഫുള്ള് നാട്ടുകാരൊക്കെ തന്നെ കടകളുണ്ടാക്കണത്. ഇങ്ങനത്തെ കടകൾ, ഇപ്പോൾ ടീ ഷോപ്പ്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ കടകളുണ്ടാവുള്ളൂ. ഭക്ഷണത്തിൻ്റെ അതൊക്കെ കടപ്പുറത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഐസ്ക്രീം സ്റ്റാളുകൾ, ഒരുപാട് കടകളുണ്ട്. അതുപോലെ ഗെയിംസ് ഇഷ്ടംപോലെ ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളപ്പോൾ നേരെ ഒരു കടയിൽ കയറിയിട്ട് ചുക്ക് കാപ്പി കുടിച്ച്, ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ അളിയനൊരു മുട്ട ഓംലെറ്റ് കഴിക്കണം. എനിക്ക് വേണ്ടായിരുന്നു, ചുമയതുകൊണ്ട് എനിക്ക് വേണ്ട. പിന്നെ അടുത്തത് ശക്തരുടെ പരീക്ഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഈ സാധനം തൂങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് 150 സെക്കൻഡ് തൂങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ കിട്ടും. കൊള്ളാമല്ലേ. 100 രൂപ എൻട്രി ഫീസ്. പിന്നെ ഇത് പൂള് 7 മിനിറ്റ് 50 രൂപ. ഞാൻ അമ്മച്ചിയോട് കയറണമെന്ന് വെച്ചു. ആശയോട് അവർ കഴിയില്ല, ആശക്കൊട്ടും കഴിയില്ല. അമ്മച്ചിയോട് സാരയോണ്ട് കയറിയില്ലെന്നാണ് അവിടെ. ചുരിദാറിട്ട് വെച്ച് അമ്മച്ചി കയറിയെന്നാണ് അമ്മച്ചി പറയണത്. പിന്നെയും കയറി തുണിക്കട. എൻ്റെ പൊന്നെ, നമ്മൾ ഫാഷൻ സ്ട്രീറ്റിലേക്ക് പോകില്ല, അത്രയും തുണികളുണ്ട് അവിടെ. വീണ്ടും ഗെയിം, റിങ് ഗെയിം. ഞങ്ങൾ തിരിച്ചപ്പോൾ നമ്മൾ പോകുന്നിട്ട് പള്ളിയിൽ അങ്ങോട്ട് പോകുന്നു. അവിടെ വന്ന് നമുക്ക് വീട്ടിലത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ജയൻ്റ് വീൽ പരിപാടി കഴിഞ്ഞ് പോയി. പള്ളി വരെ ലൈറ്റ് വരെ ഓഫാക്കി. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാത്രി 2 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിച്ച് അങ്ങോട്ട് പൊട്ടിക്കണം. ഓക്കെ, ടാറ്റാ.